Hi, today's topic is part 3 of solid waste management, size reduction. Large sized waste are converted into smaller pieces by size reduction. Size reduction we use two equipments. First one is hammer mill and second one is hydropulper. ഹാമർ മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു മെറ്റീരിയൽസിനെ നമുക്ക് സ്മോളർ പീസസ് ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇമ്പാക്റ്റ് ഡിവൈസ് ആണ് ഹാമർ മിൽ. അപ്പോൾ അതിൽ കുറേ ഹാമേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഹാമേഴ്സ് ഒരു ഡിസ്കിന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലേക്ക് നമ്മൾ നമ്മുടെ വേസ്റ്റ് സോളിഡ് വേസ്റ്റ് ഇസ് പ്ലേസ്ഡ്. അപ്പോൾ ഈ ഹാമേഴ്സ് അറ്റ് ഹൈ വെലോസിറ്റി വിൽ ഇമ്പാക്റ്റ് ഓൺ ദിസ് വേസ്റ്റ്. അപ്പോൾ അത് റിഡക്ഷൻ ഓഫ് സൈസ് ഉണ്ടാവും. ഇനി സെക്കൻഡ് വൺ ഇസ് ഹൈഡ്രോപൾപ്പർ. ഹൈഡ്രോപൾപ്പറിൽ സോളിഡ് വേസ്റ്റും റിസൈക്കിൾഡ് വാട്ടറും യൂസ് ചെയ്തിട്ടാണ് ഹൈഡ്രോപൾപ്പർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഹൈ സ്പീഡിൽ കട്ടിംഗ് ബ്ലേഡ്സ് ഉണ്ട്. ആ ബ്ലേഡ്സ് വെച്ചിട്ട് ഈ ഹൈഡ്രോപൾപ്പറും ഉള്ള റീസൈക്കിൾഡ് വാട്ടറും നമ്മുടെ സോളിഡ് വേസ്റ്റും കൂടിയിട്ട് ക്രഷ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു സ്ലറിയും ഒരു സോളിഡ് കണ്ടൻറ്റും നമുക്ക് കിട്ടും. അപ്പോൾ ദ സൈസ് ഓഫ് ദി സോളിഡ് വേസ്റ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു 25 to 35%. നെക്സ്റ്റ് ഇസ് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പസ്റ്റബിൾ വേസ്റ്റിനെ നമ്മൾ ബേൺ ചെയ്ത് കത്തിക്കാം. ഇറ്റ്സ് ഗാർബേജ്, റെഫ്യൂസ് എക്സെട്ര. അപ്പം നമുക്ക് ടു ടൈപ്സ് ഓഫ് ഇൻസിനറേറ്റേഴ്സ് ഉണ്ട്, ഓപ്പൺ ടൈപ്പ് ആൻഡ് ക്ലോസ് ടൈപ്പ്. അപ്പം ഈ ഇൻസിനറേറ്ററിൽ നമുക്ക് കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ് മാത്രമേ ഇൻസിനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഇസ് ഓപ്പൺ ടൈപ്പ്. അപ്പോൾ ഓപ്പൺ ടൈപ്പിൻ്റെ അകത്ത് നമുക്ക് ഓപ്പൺ എയറിൽ റെഫ്യൂസിനെ ഇൻസിനറേറ്റ് ചെയ്യാം, ഒരു ഓപ്പൺ ചേമ്പറിൽ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. ഇനി ക്ലോസ് ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ചേമ്പർ ഉണ്ടാവും. ആ ചേമ്പറിൽ വെച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് വെച്ച് നമ്മൾ ഇൻസിനറേറ്റ് ചെയ്യും. ദർ ആർ മെയിൻലി യൂസ് ടൈപ്പ് ഇസ് ഓൺ സൈറ്റ് ഇൻസിനറേറ്റർ, ഇൻസിനറേഷൻ ഓഫ് റെഫ്യൂസ് അറ്റ് ഹോം, ഓഫീസ്, ഹോസ്പിറ്റൽ എക്സെട്ര. നമ്മൾ കാണുന്ന ഒരു സോളിഡ് ബ്ലോക്ക് ഓഫ് ഇൻസിനറേറ്റർ കണ്ടിട്ടുണ്ടാവും, ആ ടൈപ്പാണ്. അപ്പോൾ അതിൽ നമ്മൾ സൈറ്റിൽ വെച്ച് തന്നെ കളക്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് നോൺ കമ്പസ്റ്റബിൾ, കമ്പസ്റ്റബിൾ സെപ്പറേറ്റ് ചെയ്ത് ആ കമ്പസ്റ്റബിളിനെ ഡിസ്പോസ് ചെയ്യാം. എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദിസ് ഇസ് ദ ഫിഗർ ഓഫ് എ ഇൻസിനറേറ്റർ, ഓൺസൈറ്റ് ഇൻസിനറേറ്റർ. ഇതിൻ്റെ അകത്ത് ഒരു ബോട്ടം സൈഡാണ്, ഇവിടെ ഒരു ഗ്രിഡാണുള്ളത്. ഗ്രിഡിൻ്റെ താഴെ ഗ്യാപ്പ് ഉണ്ടാവും, ഇതിലേക്കൂടെ എയർ ഇൻലെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഫില്ലിംഗ് ഡോർ ഉണ്ട്. ഈ ഫില്ലിംഗ് ഡോർ വഴിയാണ് നമ്മൾ ഇതിലേക്ക് വേസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് ഇവിടെ കിടന്ന് ബേൺ ചെയ്യുന്ന, ഇത് ഇൻലെറ്റ് ചെയ്യുന്ന എയറിൽ കൂടെയാണ്, എയറിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ ബേൺ ചെയ്ത് കഴിയുമ്പം ഇതിലെന്തുണ്ടാവും, എക്സോസ്റ്റ് പോകും. ആൻഡ് ദിസ് ക്ലിയറിംഗ് ഡോർ എന്ന് പറഞ്ഞാൽ ഇതിലെ വേസ്റ്റ് എല്ലാം നമുക്ക് പുറത്തോട്ട് എടുക്കാനുള്ള, ബാലൻസ് വരുന്ന ആഷ് അതെല്ലാം പുറത്തോട്ട് എടുക്കാനുള്ള ക്ലിയറിംഗ് ഡോറാണ് അത്. നെക്സ്റ്റ് ഇസ് അഡ്വാൻറ്റേജസ് ഓഫ് ആൻ ഇൻസിനറേറ്റർ. ഇൻസിനറേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലാൻഡ് ഫിൽസ് കുറവേ വേണ്ടു. ബിക്കോസ് നമ്മൾ ബേൺ ചെയ്ത് കത്തിക്കുകയാണ്, അപ്പോൾ റിഡക്ഷൻ ഉണ്ടാവും. പിന്നെ ഒരു സെൻട്രൽ ലൊക്കേഷനിൽ വെച്ച് നമുക്ക് ബേൺ ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോയ്സ് ഫ്രീ ആണ്, ഓർഗാനിക് മാറ്റർ ആണ് നമുക്കതിൽ നിന്ന് കിട്ടുന്ന റെസിഡ്യൂ, ആഷ് എല്ലാം. പിന്നെ ബേണിങ് കമ്പസ്റ്റബിൾ മെറ്റീരിയലും വേണമെങ്കിൽ ബേൺ ചെയ്ത് നമുക്കൊരു ബൾക്കുന്ന സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി കൺവേർട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ക്ലൈമാറ്റിക് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ഓൾസോ. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന എനർജി ലൈക്ക് സ്റ്റീം ഓർ പവർ ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. Disadvantage of incinerator: higher cost of construction, operating cost is relatively high, skilled employees required for operation and maintenance. Next is waste minimization. അപ്പോൾ വേസ്റ്റ് മിനിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 R's ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കൺസെപ്റ്റ് ഓഫ് മോഡേൺ കൺസെപ്റ്റ് ഇസ് 3 R's. ഇറ്റ് ഇസ് റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ. Reduce first we have to reduce the purchase of materials. The second is to reuse. കേട് വന്നതെല്ലാം നമുക്ക് വേറൊരു ഫോം ഓഫ് മെത്തേഡിലേക്ക് മാറ്റി യൂസ് ചെയ്യാം. തേർഡ് വൺ ഈസ് റീസൈക്കിൾ. just to recycle the paper, pen, plastic, etc. The method of avoidance.
include reuse of second-hand products. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രൊഡക്റ്റിനെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം, പൊട്ടിയത് ഒട്ടിച്ച് ഉപയോഗിക്കാം, പുതിയത് വാങ്ങുന്നതിന് പകരം ഉള്ളതിനെ ശരിയാക്കി യൂസ് ചെയ്യുക. അതാണ് വേസ്റ്റ് മിനിമൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ്. ഇനി സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 പ്രോസസ്സാണ് വേസ്റ്റ് കളക്ഷൻ, സെഗ്രിഗേഷൻ, റീസൈക്ലിംഗ്, ഷ്രെഡിംഗ് ഓർ പൾവറൈസിങ്, കമ്പോസ്റ്റിംഗ്. വേസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സെൻട്രൽ കളക്ഷൻ പോയിന്റ് വെച്ചിട്ട്, ലൈക്ക് സ്ട്രീറ്റ് എവിടെയെങ്കിലും ഒരു കളക്ഷൻ പോയിന്റ് വെച്ചിട്ട് അവിടെ വേസ്റ്റ് കളക്ട് ചെയ്യുക. ഹോമിൽ കളക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ആകുമ്പോൾ കൂടുതൽ ക്രൂ വേണം, വെഹിക്കിൾസ് വേണം. ബട്ട് ഇഫ് സെൻട്രൽ പോയിന്റിൽ കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ വേസ്റ്റ് കളക്ഷൻ കുറച്ചും കൂടിയും എഫക്റ്റീവ് ആവും. കാരണം നമ്പർ ഓഫ് ക്രൂസും കുറവ് മതി, വെഹിക്കിളിൻ്റെ നമ്പറും കുറവ് മതി. ദെൻ സെഗ്രിഗേഷൻ. ഇനി വേസ്റ്റിനെ നമ്മൾ ഡിഗ്രേഡബിൾ ആൻഡ് നോൺ ഡിഗ്രേഡബിൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഡിഗ്രേഡബിൾ വേസ്റ്റിനെയും നോൺ ഡിഗ്രേഡബിൾ വേസ്റ്റിനെയും സോഴ്സിൽ വെച്ച് തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മോർ ഈസി. അതുപോലെ തന്നെ നമുക്ക് മെറ്റൽ വേസ്റ്റിനെ എടുക്കാനായിട്ട് നമ്മൾ മാഗ്നറ്റ്സ് യൂസ് ചെയ്യും. പിന്നെ റീസൈക്ലിംഗ്. ഡിഗ്രേഡബിൾ ആൻഡ് നോൺ ഡിഗ്രേഡബിൾ വേസ്റ്റിനെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് എക്കണോമിക്കലി ആക്കി യൂസ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന ചില വേസ്റ്റ് റീസൈക്ലിംഗ് മെത്തേഡ്സ് ആണ് ഓർഗാനിക് വേസ്റ്റ്, സ്ലാഗ് ആൻഡ് സ്ക്രാപ്പ്, ഇൻഡസ്ട്രിയൽ ഗ്യാസസ്, റിക്കവറി ഓഫ് സിൽവർ ഫ്രം ഫോട്ടോഗ്രാഫിക് ഫിലിംസ്, അതൊക്കെ. അപ്പോൾ ആ മെറ്റൽ നമുക്ക് കിട്ടും. Now the shredding and pulverizing. It is a process of involves in size reduction of organic waste before it goes for composting. അപ്പോൾ കമ്പോസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓർഗാനിക് വേസ്റ്റിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുക. അതാണ് ഷ്രെഡിങ് ഓർ പൾവറൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ പൾവറൈസിങ് ചെയ്ത് കഴിഞ്ഞാൽ 40% വോളിയം റിഡക്ഷൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദ സർഫസ് ഏരിയ അവൈലബിൾ ഫോർ ദ ബാക്ടീരിയൽ ആക്ടിവിറ്റി. It facilitates easy handling of moisture content and aeration. Next is composting. Aerobic composting ആണ് ഏറ്റവും cheapest and easiest method biodegradable waste degrade ചെയ്യാനായിട്ട്. There are 3 techniques. First one is windrow composting, aerostatic pile method, in-vessel method. Aerobic compostingൽ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിനെ ഒരു സ്റ്റേബിൾ മാസ് ആക്കി എയറോബിക് ഡീകമ്പോസ്റ്റിംഗ് മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പോൾ എയറോബിക് മൈക്രോ ഓർഗാനിസംസ് ആണ് അതിനെ എന്ത് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡായിട്ടും കാർബണായിട്ടും ഡയോഡ്സ് ഓഫ് നൈട്രജനായിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യുന്നത്. അതിൽ നൈട്രജൻ എല്ലാം റീസൈക്കിൾ ചെയ്ത് പോകും. ഇനി ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ വിൻഡ്രോ മെത്തേഡാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. വിൻഡ്രോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഓപ്പൺ ഏരിയയിൽ, ക്ലീൻ ആയിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയ, വെറ്റാവാത്ത ഡ്രൈ ഏരിയയിൽ നമ്മൾ ഈ വേസ്റ്റ് എല്ലാം നിരത്തിയിടുക. ആ നിരത്തിയിടുമ്പോൾ അത് നാച്ചുറൽ എയർ കൊണ്ട്, വിൻഡ് കൊണ്ട്, സൺലൈറ്റ് കൊണ്ടും അത് ഡ്രൈ ആവുക. അങ്ങനെ ഓപ്പൺ ഏരിയയിൽ ഇട്ടിട്ട് അത് ഡ്രൈ ആക്കുന്ന പ്രോസസ്സാണ് വിൻഡ്രോ കമ്പോസ്റ്റിംഗ്. അത് ഓപ്പൺ ഏരിയയിലിട്ട് 6th and 11th ഡേയ്സിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോൾ അതിലുള്ള ലാർവയും ഇൻസെക്ട്സ് എല്ലാം പോകും, എയറേഷനും കിട്ടും. അങ്ങനെ 16th ഡേയിൽ വിൻഡ്രോ വുഡ് ബി ബ്രോക്കൺ ഡൗൺ ആൻഡ് പാസ്ഡ് ത്രൂ മാനുവലി ഓപ്പറേറ്റഡ് റോട്ടറി സ്ക്രീൻസ് of about 25 mm square mesh to remove the oversized contrary material. 16 ദിവസം ഉണക്കിയതിന് ശേഷം 16ാമത്തെ ദിവസം അതിനെ ഒരു അരിച്ചെടുക്കും മാനുവലി. അരിച്ചെടുത്ത സ്ക്രീൻഡ് കമ്പോസ്റ്റ് സ്റ്റോർഡ് ഫോർ അബൌട്ട് 30 days. ഒരു ഹീപ്പായിട്ട് 30 days സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് സ്റ്റേബിൾ ആവും. ആ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം സെയിൽ. ഇതാണ് എയറോബിക് കമ്പോസ്റ്റിംഗ്. The factors affecting the composting process: organisms, use of cultures, moisture, temperature, carbon nitrogen ratio and aeration. Next is the properties of compost. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കമ്പോസ്റ്റിൻ്റെ കളർ ബ്ലാക്ക് ബ്രൗൺ കളറായിരിക്കണം. അറ്റ്ലീസ്റ്റ് ബ്ലാക്ക് കളറെങ്കിലാണെങ്കിൽ അത് നല്ല കമ്പോസ്റ്റ് ആവുള്ളൂ. ഇനി അത് ക്രംബിൾഡ് നേച്ചർ വിത്ത് എൻ എർത്തി ഓർഡർ. pH ലെവൽ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കണം. അസിഡിക്കോ ആൽക്കലിനോ ആവാൻ പാടില്ല.
should be range between 6.5 to 7.5. ഇനി compost എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയിരിക്കണം ആൻഡ് ഇറ്റ് ബി ലംപി ആൻഡ് വാട്ടർ ഷുഡ് നോട്ട് കം ഔട്ട് ഓഫ് ദി മാസ്. അത് ഒരിക്കലും വെള്ളമുള്ള കണ്ടന്റ് ആവാൻ പാടില്ല. Then nitrogen and phosphorus, potassium, NPK content should be more than 1% each. Nitrogen should be in the form of nitrates for proper utilization by the plants. The C by and carbon by nitrogen ratio should be between 15 to 20%.